മുതലാളിത്തം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷവും അപരിഹാര്യവുമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ലോക തൊഴിലാളി വർഗം ഈ വർഷത്തെ മെയ് ദിനം ആചരിക്കുന്നത്. ഇന്നത്തെ പ്രതിസന്ധി അത് ആഗോള മുതലാളിത്ത സമ്പദ്ഘടനയുടെ ഘടനാപരമായ പ്രതിസന്ധിയാണെന്നും അത് അപരിഹാര്യമാണെന്നും ലോകമെമ്പാടുമുള്ള ബൂർഷ്വാ സാമ്പത്തിക ശാസ്ത്രജ്ഞർക്ക് പോലും ഇന്ന് സമ്മതിക്കേണ്ടി വരുന്നുണ്ട്. പ്രതിസന്ധിയെ മറികടക്കാൻ ലോകമാകെയുള്ള അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്കുമേൽ ഓസ്റ്റെരിറ്റി, അതായത് ചെലവ് ചുരുക്കൽ, അതേപോലെ തന്നെ പുതിയ ഭാരങ്ങൾ ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുക, ഇതൊക്കെയാണ് നിയോ ലിബറലിസം അതിൻ്റെ അതിജീവനത്തിന് വേണ്ടി പരിഷ്കാരങ്ങളുടെ രൂപത്തിൽ ലോകമെമ്പാടും തീവ്രമാക്കിക്കൊണ്ടിരിക്കുന്നത്. 2024 ലോകബാങ്ക് റിപ്പോർട്ട് അനുസരിച്ച് ആഗോള സാമ്പത്തിക വികാസം വർദ്ധിതമായ മാനങ്ങളിൽ മാന്ദ്യത്തിലാണെന്നാണ് അടിവരയിട്ട് പറയുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലമായി, അതായത് കോവിഡ് അനന്തരവും ലോകം ആഗോള സമ്പദ്ഘടന മാന്ദ്യത്തിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. 2022 ആഗോള വളർച്ചാ നിരക്ക് 2.7% 2024 അത് 2.4% ചുരുങ്ങിയിരിക്കുന്നു. UN സഭയുടെ ലോക സാമ്പത്തിക സ്ഥിതിയെയും സാധ്യതകളെയും കുറിച്ചുള്ള റിപ്പോർട്ട് ഇതാണ് പറയുന്നത്. 2025 ആകുമ്പോഴേക്കും UN റിപ്പോർട്ട് സ്ഥിതി മെച്ചപ്പെടുമെന്ന് കാണുന്നുണ്ടെങ്കിലും വളർച്ചാ നിരക്കുകൾ 3% എന്ന മഹാമാരിക്ക് മുമ്പുള്ള സ്ഥിതിയേക്കാൾ അത് കുറവായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. കുറഞ്ഞ വളർച്ചാ നിരക്കുകൾ തുടരാനുള്ള ദീർഘമായ ഒരു കാലഘട്ടത്തിൻ്റെ സാധ്യതകളാണ് പൊതുവിൽ UN റിപ്പോർട്ട് പ്രവചന സ്വഭാവത്തോടുകൂടി തന്നെ മുന്നോട്ട് വെക്കുന്നത്. അമേരിക്കയും ജപ്പാനും വളർച്ചാ നിരക്കിലെ ഇടിവ് 2023 കണക്കാക്കിയതിനേക്കാൾ താഴ്ന്ന അല്ലെങ്കിൽ ഇടിയുന്ന അവസ്ഥയിലാണ്. ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് സ്ഥിതിഗതികൾ കൂടുതൽ മോശമായിരിക്കുന്നു. യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനുള്ള അമേരിക്കയുടെയും നാറ്റോവിൻ്റെയും ബോധപൂർവമായ നീക്കം ഈ പ്രതിസന്ധിയുടെ സമ്മർദ്ദമാണെന്ന് കാണേണ്ടതുണ്ട്. യുദ്ധത്തെ വ്യാപാരവും ആയുധ കച്ചവടമൊക്കെ ആക്കി മാറ്റുന്ന തന്ത്രമാണ് സാമ്രാജ്യത്വം. അതുകൊണ്ടാണ് സാമ്രാജ്യത്വം എന്നാൽ യുദ്ധമാണ് എന്ന് ലെനിൻ പറഞ്ഞത്. ഇസ്രയേലിൻ്റെ പലസ്തീനെതിരായ കടന്നാക്രമണങ്ങളും വംശഹത്യാ നീക്കങ്ങളും അമേരിക്കയുടെ പ്രതിസന്ധി മറികടക്കാനുള്ള ആയുധ വ്യാപാര താല്പര്യങ്ങളുമായി കൂടി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ അമേരിക്കൻ സർവകലാശാലകളിൽ വിയറ്റ്നാം യുദ്ധകാലത്ത് കണ്ടതുപോലെ പലസ്തീൻ ഐക്യദാർഢ്യ മൂവ്മെൻറ്റുകൾ വളരെ ശക്തമായി ഉയർന്നു വരികയാണ്. ക്യാമ്പസുകളെ പിടിച്ചു കുലുക്കുന്ന അമേരിക്കൻ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭങ്ങൾക്ക് മുമ്പിൽ ജോ ബൈഡൻ ഭരണകൂടം വലിയ രീതിയിൽ നിന്ന് വിയർക്കുന്നതാണ് ലോകം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അവിടെ നിൽക്കട്ടെ, മറ്റൊരു വിഷയമാണ്. ഉക്രൈൻ യുദ്ധവും പലസ്തീനെതിരായ കടന്നാക്രമണവും അമേരിക്കയുടെ സൈനിക വ്യവസായ കോംപ്ലക്സിന് വലിയ നേട്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ന്യൂ ലിബറൽ മൂലധനം തൊഴിലാളി വർഗത്തെ കൂലിയടിമകളാക്കി നിർദ്ധയം കൊള്ളയടിക്കാനുള്ള തൊഴിൽ നിയമങ്ങളും ലേബർ കോഡുകളും അടിച്ചേൽപ്പിക്കുകയാണ്. അധ്വാനിക്കുന്നവരുടെ വർഗപരമായ ഐക്യത്തെ ശിഥിലമാക്കുന്ന മതവംശജാതി സ്വത്വങ്ങളുടെ പുനരുജ്ജീവന നീക്കങ്ങൾ എല്ലാ ഭാഗത്തും തീവ്രമായിരിക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ വിഭജനവും വിദ്വേഷവും പടർത്തി മൂലധനാധിപത്യത്തിനെതിരായി ഉയർന്നു വരുന്ന ജനകീയ മുന്നേറ്റങ്ങളെയും പ്രസ്ഥാനങ്ങളെയും ഡീസ്റ്റെബിലൈസ് ചെയ്യാനുള്ള വളരെ ആസൂത്രിതമായ നീക്കമാണ് ലോക മുതലാളിത്തവും അതിൻ്റെ ചിന്താകേന്ദ്രങ്ങളും ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരർത്ഥത്തിൽ മൂലധനവും മതവംശീയ ശക്തികളും മനുഷ്യരാശിയെ അപകടകരമായ ഒരു ചരിത്രസന്ധിയിലേക്കാണ് ഇന്ന് എത്തിച്ചിരിക്കുന്നത്. അത്തരൊരു സന്ദർഭത്തിലാണ് ലോക തൊഴിലാളി വർഗത്തിൻ്റെ ഐക്യദാർഢ്യ ദിനമായ മെയ് ദിനത്തെ നമ്മൾ ആചരിക്കുന്നത്. മെയ് ദിനത്തെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് മുതലാളിത്ത ഉൽപ്പാദനവും അതിൻ്റെ ദുരമൂത്ത ലാഭതാൽപര്യങ്ങളും സമ്പദ്ഘടനയിലും പ്രകൃതിയിലും സൃഷ്ടിച്ച ഗുരുതരമായ ആഘാതങ്ങളുടെ കൂടി സൃഷ്ടിയാണ് ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധി എന്ന പോലെ പാരിസ്ഥിതിക പ്രതിസന്ധിയും. അത് സൃഷ്ടിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും തൊഴിലാളിയെയും പ്രകൃതിയെയും കൊള്ളയടിച്ചു വളരുന്ന ലാഭാർത്ഥമായ ഒരു വ്യവസ്ഥയാണ് മുതലാളിത്തമെന്ന തിരിച്ചറിവിൽ നിന്നാണ് ലോക തൊഴിലാളി വർഗത്തിൻ്റെ ഐതിഹാസികമായ ഉയർത്തെഴുന്നേൽപ്പുകളും പ്രക്ഷോഭങ്ങളും ലോകമെമ്പാടും വളർന്ന് വന്നത്. ചിക്കാഗോയിലെ ചോരയിൽ കുതിർന്ന പോരാട്ടങ്ങളും
ലോക തൊഴിലാളി വർഗത്തിൻ്റെ 8 മണിക്കൂറിന് വേണ്ടിയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമരചരിത്രവുമാണ് മെയ് ദിനം സന്ദേശിക്കുന്ന, അല്ലെങ്കിൽ മെയ് ദിനം നമ്മുടെ സ്മരണയിലേക്ക് കൊണ്ടുവരുന്നത്. ചരിത്രത്തിൽ തൊഴിലാളികളുടെ ചോര വീണ, ചിക്കാഗോയിലെ തൊഴിലാളികളുടെ ചോര വീണ ദിനത്തിൻ്റെ സ്മരണയാണ് മെയ് ദിനം മുന്നോട്ട് കൊണ്ടുവരുന്നത്. മെയ് ദിനത്തിൻ്റെ ചരിത്രവും രാഷ്ട്രീയവും മുതലാളിത്തേതര സോഷ്യലിസ്റ്റ് സാമൂഹ്യ നിർമ്മിതിക്ക് വേണ്ടിയുള്ള അനിവാര്യമായ വർത്തമാന കടമകളെക്കുറിച്ചാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മളെ നമ്മുടെ ചിന്തകളിലേക്ക് കൊണ്ടുവരുന്നത്. മുതലാളിമാരെ കേട്ടോളൂ, നിങ്ങൾക്ക് ഞങ്ങളുടെ ശബ്ദം ഞെരിച്ചമർത്താനായേക്കും, പക്ഷേ ഞങ്ങളുടെ സ്വരം പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. അത് അമേരിക്കയും കടന്ന് പ്രവഹിക്കുക തന്നെ ചെയ്യും. ഈ വാക്കുകൾ തൂക്കുമരത്തിലേറുന്നതിന് മുമ്പ് മെയ് ദിന രക്തസാക്ഷി പാർസൺ വിളിച്ചു പറഞ്ഞ വാക്കുകളാണിത്. മെയ് ദിന സംഭവങ്ങളുടെ പേരിൽ വിചാരണ പോലും ചെയ്യാതെ തൂക്കുമരത്തിലേറ്റിയ വിപ്ലവകാരികളുടെ നേതാവായ പാർസൺ ലോകത്തോട് പറഞ്ഞു, അമേരിക്കക്ക് ഞങ്ങളുടെ ശബ്ദം ലോകമെമ്പാടും പടരുന്നതിൽ, ഞങ്ങളുടെ രാഷ്ട്രീയം ലോകമെമ്പാടുമുള്ള തൊഴിലാളി വർഗം ഏറ്റെടുക്കുന്നതിൽ നിന്ന് തടയാനാവില്ല. മുതലാളിത്തത്തിൻ്റെ കോട്ട കൊത്തളങ്ങളെ പിടിച്ചു കുലുക്കിയ ആ ശബ്ദം ഇന്നും ലോകമെമ്പാടും പ്രതിധ്വനിക്കുന്നുണ്ട്. മുതലാളിത്തത്തിനെതിരെ കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളിലായി ഭൂഖണ്ഡങ്ങളിലേക്ക് പടരുന്ന തൊഴിലാളി വർഗ മുന്നേറ്റങ്ങൾ പാർസന്റെ വാക്കുകളെ അത് അർത്ഥപൂർണമാക്കുകയാണ്. അതൊരു നൈരന്തര്യമായി, അതായത് ലോകമെമ്പാടുമുള്ള തൊഴിലാളി വർഗം മുതലാളിത്തത്തിനെതിരായുള്ള പോരാട്ടം അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പ്രതിസന്ധികൾക്കിടയിലും തിരിച്ചടികൾക്കിടയിലും തുടരുന്നു. ഏത് പ്രതിസന്ധിയിലും ശുഭാപ്തി വിശ്വാസം പ്രചരിപ്പിച്ചുകൊണ്ട് രക്തസാക്ഷികളുടെ വാക്കുകൾ ലോകമെമ്പാടുമുള്ള തൊഴിലാളി വർഗം അവരുടെ പോരാട്ടങ്ങളിലൂടെ, അവരുടെ സമരങ്ങളിലൂടെ, അവരുടെ സംഘടിത മുന്നേറ്റങ്ങളിലൂടെ കൈമാറുന്നു എന്നതാണ്. മുതലാളിത്തത്തിൻ്റെ മഹാനരകങ്ങളെ തൊഴിലാളി വർഗം അതിജീവിക്കുമെന്ന ശുഭാപ്തി വിശ്വാസവും എല്ലാവിധ പ്രതികൂലതകളെയും കഠിന പരീക്ഷണങ്ങളെയും അതിജീവിക്കുന്ന വർഗമാണ് തൊഴിലാളി വർഗം, അല്ലെങ്കിൽ തൊഴിലാളികൾ എന്ന ചരിത്രപാഠം. അത് എന്നും തലമുറകളിലേക്ക് എത്തിക്കുകയാണ് ചിക്കാഗോയിലെ പോരാളികളുടെ ചരിത്രവും അവരുടെ സന്ദേശവും. മെയ് ദിനാചരണ പ്രക്ഷോഭത്തെ ചോരയിൽ മുക്കിയ അമേരിക്കൻ കിരാത നീതിക്കെതിരായ പോരാട്ടത്തിൻ്റെ സമരമുഖത്ത്, ആ പോരാട്ടമുഖത്ത് നിന്നാണ് പാർസൺ ഉൾപ്പെടെ 4 തൊഴിലാളി സഖാക്കൾ തൂക്കുമരത്തിലേറുന്നത്. ജോലി സമയം 8 മണിക്കൂറാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 1886 മെയ് 1 ചിക്കാഗോയിലും മറ്റും ഉള്ള പ്രധാന നഗരങ്ങളിലും തൊഴിലാളികൾ പണിമുടക്ക് നടത്തി. ചിക്കാഗോവിൽ പണിമുടക്കിയ തൊഴിലാളികളെ മുതലാളിമാരുടെ കൂലിപ്പട്ടാളവും പോലീസും നിഷ്ഠൂരമായി കടന്നാക്രമിച്ചു. ക്രൂരവും ഭീകരവുമായ മർദ്ദനമുറകൾക്ക് വിധേയരാക്കി. മുതലാളിത്തത്തിൻ്റെ മനുഷ്യത്വരഹിതമായ ചൂഷണത്തിനും മർദ്ദനത്തിനുമെതിരായ ആത്മബോധം വീണ്ടെടുത്ത തൊഴിലാളി വർഗം സംഘടിക്കുകയാണെന്ന യാഥാർത്ഥ്യം അമേരിക്കൻ മുതലാളിത്തത്തെയും ഭരണകൂടത്തെയും പരിഭ്രാന്തമാക്കി. മതം പൊട്ടിയ ഭരണകൂടം മെയ് 3 പണിമുടക്കിയ തൊഴിലാളികൾക്ക് നേരെ നിറയൊഴിച്ചു. 6 തൊഴിലാളികൾ അവകാശബോധത്തിൻ്റെ ചുരുട്ടിയ മുഷ്ടിയുമായി വെടിയേറ്റു വീണു. തെരുവിൽ തൊഴിലാളികളെ വെടിവെച്ചിട്ട് ക്രൂര നടപടിക്കെതിരായിട്ട് ചിക്കാഗോ ഉൾപ്പെടെ അമേരിക്കൻ നഗരങ്ങൾ പ്രതിഷേധം കൊണ്ട് പ്രക്ഷുബ്ധമായി. പ്രതിഷേധിക്കാനായി ഹേയ് മാർക്കറ്റ് സ്ക്വയറിൽ യോഗം ചേർന്ന തൊഴിലാളികൾക്ക് നേരെ വീണ്ടും പോലീസിൻ്റെ നിഷ്ഠൂരമായ ആക്രമണം ഉണ്ടായി. പോലീസും മുതലാളിമാരുടെ ഗുണ്ടകളും തൊഴിലാളികളെ ഭീകരമായി കടന്നാക്രമിച്ചു. നിരവധി തൊഴിലാളികൾ വെടിയുണ്ടകൾക്കിരയായി. തൊഴിലാളികളും മുതലാളി വർഗത്തിൻ്റെ ഗുണ്ടാപ്പടയും തമ്മിൽ അതിരൂക്ഷമായ സംഘട്ടനം നടന്നു. തൊഴിലാളികളുടെ പ്രതിരോധത്തിനിടയിൽ തേകൻ എന്ന പോലീസുകാരൻ അടക്കം ഏതാനും പോലീസുകാരും മരണപ്പെട്ടു. ഈ സംഭവത്തിൻ്റെ പേരിലാണ് 4 തൊഴിലാളികൾക്ക് വിചാരണ പോലും നടത്താതെ അമേരിക്കൻ ഭരണകൂടം വധശിക്ഷ നൽകിയത്. 18ഉം 19ഉം നൂറ്റാണ്ടുകളിലെ യൂറോപ്പും അമേരിക്കയും തൊഴിലാളികളെ കൊണ്ട് മൃഗങ്ങളെപ്പോലെ പണിയെടുപ്പിച്ചിരുന്ന മുതലാളിത്തത്തിൻ്റെ കൊടും ക്രൂരതകളുടെ ചരിത്രമാണ് പറയുന്നത്. മൂലധനം അത് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ജീവിതനരങ്ങൾ സൃഷ്ടിച്ച മുതലാളിത്തത്തിൻ്റെ മനുഷ്യത്വരാഹിത്യമാണ് ചാൾസ് ഡിക്കൻസിനെ എൻ്റെ കഥകൾ ഉദ്ധരിച്ചുകൊണ്ട് മാർക്സ് മൂലധനത്തിൽ പറയുന്നത്. ഡിക്കൻസിൻ്റെ കഥാപരിസരത്ത് നിർണയിച്ചത് കുഞ്ഞുങ്ങളെ കൊണ്ടുപോലും പണിയെടുപ്പിക്കുന്ന, സ്ത്രീകളെ കൊണ്ടുപോലും കൂലി കൊടുക്കാതെ അടിമപ്പണിയെടുപ്പിക്കുന്ന മുതലാളിത്തത്തിൻ്റെ അവസ്ഥയാണ്. അതായത് മുതലാളിത്തത്തിൻ്റെ
അപമാനവീകരണമാണ് ഈ അവസ്ഥ. റോമാ സാമ്രാജ്യത്വ കാലത്തെ അടിമയുടമകളെപ്പോലെ പണിയെടുക്കുന്ന മനുഷ്യരെ സംസാരിക്കുന്ന പണിയായുധങ്ങളായിട്ടാണ് മുതലാളിമാരും കണ്ടത്. 18-19 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ട ദുസ്ഥിതിയായിരുന്നു ഫാക്ടറി മുതലാളിത്തം. മനുഷ്യരെ വെറും അടിമകളാക്കിയാണ് ഫാക്ടറികളിൽ പണിയെടുപ്പിച്ചത്. മാർക്സ് എഴുതിയതുപോലെ എല്ലാ സമ്പത്തും സൃഷ്ടിച്ച് ദരിദ്രനായി കഴിയേണ്ട അവസ്ഥയായിരുന്നു തൊഴിലാളിക്ക്. എല്ലാ സൗന്ദര്യങ്ങളും സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ ഏറ്റവും വിരൂപനായി കഴിയേണ്ട അവസ്ഥയായിരുന്നു തൊഴിലാളിക്ക്. എല്ലാ ഐശ്വര്യങ്ങളും ഉൽപ്പാദിപ്പിച്ച് നിസ്വരായി ദരിദ്രരായി ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥ മഹാനായ മാർക്സിൻ്റെ അപരിതനാക്കപ്പെട്ട മനുഷ്യൻ എന്ന ലേഖനത്തിൽ മാർക്സ് മുതലാളിത്തം എങ്ങനെയാണ് മനുഷ്യനെ സമ്പത്തിൽ നിന്ന്, ജീവിതബന്ധങ്ങളിൽ നിന്ന് അന്യവൽക്കരിച്ചിരിക്കുന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ തന്നെ ജോലി സമയം 10 മണിക്കൂറായി കുറയ്ക്കണമെന്ന ആവശ്യം ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്ന് ഉയർന്നു. രോക്ഷാകുലരായ തൊഴിലാളികളുടെ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്നല്ല, രാപ്പകൽ ഭേദമില്ലാതെ തുടർച്ചയായി പണിയെടുക്കേണ്ടി വരുന്ന അവസ്ഥക്കെതിരായ രോക്ഷപ്രകടനങ്ങളായിരുന്നു അതൊക്കെ. അമേരിക്കയിൽ മാത്രമല്ല, ഫ്രാൻസിലും ബ്രിട്ടനിലും ജർമ്മനിയിലും അങ്ങനെ മുതലാളിത്ത രാജ്യങ്ങളിലെല്ലാം തൊഴിലുടമകൾ തൊഴിലാളികളെ മാടുകളെപ്പോലെ പണിയെടുപ്പിച്ചു. മനുഷ്യോചിതമായ ഒരു പരിഗണനയും തൊഴിലാളികൾക്ക് നൽകിയില്ല. ഇതിനെതിരായി പല രാജ്യങ്ങളിലും നടന്ന പ്രക്ഷോഭങ്ങളും മനുഷ്യസ്നേഹികളുടെ ഇടപെടലുകളും മൂലം പല രാജ്യങ്ങളിലും തൊഴിൽ സമയം 10 മണിക്കൂറായി നിജപ്പെടുത്തുകയുണ്ടായി. പക്ഷേ അതെല്ലാം ഔപചാരികമായ തീരുമാനങ്ങളിലും ധാരണകളിലും മാത്രം ഒതുങ്ങി നിന്നു. 1886 അമേരിക്കയിലെ ബാൾട്ടിമോറിൽ നടന്ന 60 തൊഴിലാളി സംഘടനകളുടെ ട്രേഡ് യൂണിയനുകളുടെ പ്രതിനിധികൾ പങ്കെടുത്ത യോഗമാണ് നാഷണൽ ലേബർ യൂണിയൻ എന്ന കേന്ദ്ര സംഘടനയ്ക്ക് രൂപം നൽകിയത്. ഈ യോഗം ജോലി സമയം 8 മണിക്കൂറാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. 1854 അമേരിക്കയിലും കാനഡയിലുമുള്ള തൊഴിലാളി സംഘടനകൾ യോഗം ചേർന്ന് അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ലേബർ എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തു. ഈ തൊഴിലാളി യൂണിയൻ സമ്മേളനമാണ് മെയ് 1 പൊതുമണി മുടക്കിന് ആഹ്വാനം ചെയ്ത് 1866 മാർക്സും എംഗൽസും മുൻകൈയെടുത്ത് രൂപീകരിച്ച 1-ാം ഇൻ്റർനാഷണലിൻ്റെ ജനീവ സമ്മേളനം 8 മണിക്കൂർ ജോലി എന്ന ആവശ്യം വളരെ പ്രാധാന്യത്തോടെ മുന്നോട്ട് വെച്ചു. ഇൻ്റർനാഷണൽ അംഗീകരിച്ച പ്രമേയം ഇപ്രകാരമാണ് പറയുന്നത്: ജോലി സമയത്തിന് നിയമപരമായ പരിധി എന്ന മുന്നുപാധി ഇല്ലാത്ത പക്ഷം തൊഴിലാളി വർഗത്തിൻ്റെ അഭിവൃദ്ധിക്കും മോചനത്തിനും വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നിഷ്ഫലമായി തീരും. ഈ കോൺഗ്രസ് 8 മണിക്കൂർ ജോലി നിയമപരമായ പരിധിയായി നിർദ്ദേശിക്കുന്നു. ആ പ്രമേയമാണത്. മാർക്സിൻ്റെ മുതലാളിത്ത വിമർശനത്തിൻ്റെ ക്ലാസിക് ആവിഷ്കാരം എന്ന് പറയാവുന്ന മൂലധനത്തിൻ്റെ 1-ാം വാള്യത്തിൽ 8 മണിക്കൂർ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രവും രാഷ്ട്രീയ പ്രാധാന്യവും വിശദീകരിച്ചിട്ടുണ്ട്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം. ഈ 3 മുദ്രാവാക്യങ്ങളാണ് ഒരു സ്വതന്ത്ര രാഷ്ട്രീയ ശക്തിയായി തൊഴിലാളി വർഗം മാറുന്നതിൻ്റെ മുന്നുപാധി എന്ന് മാർക്സ് വ്യക്തമാക്കി. ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണ് വിവിധ രാജ്യങ്ങളിൽ 8 മണിക്കൂർ ലീഗുകൾ സ്ഥാപിതമായത്. തൊഴിലാളി വർഗത്തിൻ്റെ സാർവദേശീയമായ ഉണർവിൻ്റെ അനിശ്ചിതിയിലാണ് ചിക്കാഗോയിലെ മെയ് ദിനാചരണവും ചോരയിൽ കുതിർന്ന പ്രക്ഷോഭങ്ങളും നടന്നത്. മെയ് ദിന പോരാട്ടങ്ങളുടെ ചരിത്രത്തിലേക്ക് കടക്കുമ്പോൾ ചിക്കാഗോയിലെ കൂട്ടക്കുരുതിക്കും മുതലാളിത്ത ഭരണകൂടങ്ങളുടെ കാട്ടാള നീതിക്കുമെതിരെ തൊഴിലാളി വർഗത്തിൻ്റെ പോരാട്ടങ്ങൾ വിവിധ രാജ്യങ്ങളിലേക്ക് പടർന്നു വന്ന ചരിത്ര സാഹചര്യം തൊഴിലാളി വർഗം അപ്രതിഹതമായ മുന്നേറ്റങ്ങളിലേക്ക് കുതിക്കുന്നതാണ് പിന്നീട് ലോകം കണ്ടത്. 1859 ജൂലൈ 14 സോഷ്യലിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ 1-ാം കോൺഗ്രസ് 1890 മെയ് 1 സാർവ രാജ്യത്തൊഴിലാളികളുടെ പോരാട്ട ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തു. 1893 മെയ് ദിന പോരാട്ടങ്ങളുടെ സാമൂഹ്യ ലക്ഷ്യത്തെ വിശദീകരിച്ചുകൊണ്ട് എംഗൽസ് എഴുതിയിരിക്കുന്നത് ജോലി സമയം 8 മണിക്കൂറാക്കുക എന്ന ആവശ്യത്തോടൊപ്പം സാമൂഹ്യ പരിവർത്തനത്തിലൂടെ വർഗഭേദങ്ങൾ ഇല്ലാതാക്കുകയും അതുവഴി എല്ലാ ജനങ്ങളെയും ചൂഷണ വിമുക്തമായ സമൂഹത്തിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. 1917 റഷ്യയിൽ നടന്ന ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തോടെ ലോകമാകെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ശക്തിപ്പെട്ടു. തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഇത് പുതിയൊരാവേശവും ദിശാബോധവും നൽകി. ഈ ഒരു സാഹചര്യത്തിലാണ് വിവിധ രാജ്യങ്ങളിൽ തൊഴിൽ നിയമങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടപ്പാക്കുന്നതിന്
ഇടയായത്. അതായത് ഈ ഒരു പശ്ചാത്തലമാണ് പല സർക്കാരുകളെയും പല രാജ്യത്തെ മുതലാളിത്ത ഗവൺമെൻറ്റുകളെയും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു പ്രേരണയായി നിന്നത്. പല വികസിത രാജ്യങ്ങളിലും ജോലി സമയം 6 മണിക്കൂറായി പരിമിതപ്പെടുത്തണമെന്ന ആവശ്യം ആ കാലത്ത് ഉയർന്നു വരികയാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച തൊഴിലാളികളുടെ ഉൽപ്പാദനക്ഷമതയിലും അതുവഴി ഉൽപ്പാദനത്തിൽ തന്നെയും വമ്പിച്ച വർധനവിന് വഴി തുറന്നിട്ടുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ജോലി സമയം 5 മണിക്കൂറാക്കണമെന്ന ആവശ്യവും വികസിത രാജ്യങ്ങളിലെ ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് വച്ചിരുന്നു. സോഷ്യലിസ്റ്റ് ബ്ലോക്കും ദേശീയ വിമോചന പ്രസ്ഥാനങ്ങളും യൂറോപ്പിലെ ട്രേഡ് യൂണിയനുകളും ലോകത്തിൻ്റെ വികാസഗതിയിൽ നിർണായക സ്വാധീനം ചെലുത്തിയിരുന്ന ചരിത്രഘട്ടത്തിലാണ് തൊഴിലാളികൾക്ക് അനുകൂലമായ നിയമനിർമ്മാണങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും ശക്തിപ്പെട്ടു വന്നത്. നവലിബറൽ നയങ്ങളും സോവിയറ്റ് യൂണിയൻ്റെയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളുടെയും തകർച്ചയും തൊഴിലാളി വർഗത്തിന് അനുകൂലമായ ഈ ഒരു സാർവദേശീയ സാഹചര്യത്തെ ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുകയാണ്. മൂലധനത്തിൻ്റെ നിരുപാധികവും വ്യവസ്ഥാരഹിതവുമായ നവ അധിനിവേശത്തിന് അല്ലെങ്കിൽ അതിൻ്റെ പ്ലണ്ടറിങ് കൊള്ളക്ക് വേണ്ടി ലോകമാകെ തൊഴിലാളികളെ കടന്നാക്രമിക്കുകയാണ് സാമ്രാജ്യത്വ ഭരണകൂടങ്ങൾ, മുതലാളിത്ത ഭരണകൂടങ്ങൾ. സ്ഥിരം തൊഴിലുകൾ കുറഞ്ഞു വരിക, കരാർ തൊഴിലും കാഷ്വൽവൽക്കരണവും സർവ്വവ്യാപകമാവുക, ഹയർ ആൻഡ് ഫെയർ സമ്പ്രദായം പുതിയ കൂലിയടിമകളെ സൃഷ്ടിക്കുക, ഔട്ട്സോഴ്സിംഗ് എന്ന വിശേഷിപ്പിക്കപ്പെടുന്ന പുറംതൊഴിലും കുടിയേറ്റ തൊഴിലും വർദ്ധിച്ചു വരിക, മണിക്കൂറിനനുസരിച്ച് കൂലി നൽകി പല മേഖലകളിലും ജോലി സമയം കൂട്ടുകയാണ്. IT, ബയോടെക്നോളജി തുടങ്ങിയ ന്യൂ ജനറേഷൻ വ്യവസായ മേഖലകളിൽ തൊഴിൽ സുരക്ഷാ നിയമങ്ങളൊന്നുമില്ല. ഒരേ സ്ഥലത്ത് മണിക്കൂറുകളോളം തുടർച്ചയായി ജോലി ചെയ്ത തൊഴിലാളികൾ അവിടെ തന്നെ മരിച്ചു വീഴുന്ന ദാരുണമായ അവസ്ഥയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു സാംക്രമിക രോഗം പോലെ നവലിബറൽ മുതലാളിത്തത്തിന് കീഴിൽ ഇത്തരം പ്രവണതകൾ പടരുകയാണ്. ജപ്പാൻ ഭാഷയിൽ ഈ പ്രവണതകളെ കറോക്ഷി എന്നാണ് വിളിക്കുന്നത്. ഓരോ വർഷവും തൊഴിലിടങ്ങളിൽ കറോക്ഷി ബാധിച്ചു മരിക്കുന്നവരുടെ എണ്ണം കൂടുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. കോവിഡ് വൈറസുകളേക്കാൾ ഭീകരമാമിതം നിയോലിബറൽ വൈറസുകൾ സമ്പദ്ഘടനയും തൊഴിലാളികളുടെ അവകാശങ്ങളെയും കടന്നാക്രമിക്കുകയാണ്. ഇന്ത്യയിലും ധീരോദാത്തമായ പോരാട്ടങ്ങളിലൂടെ ഇന്ത്യൻ തൊഴിലാളി വർഗം നേടിയെടുത്ത തൊഴിലവകാശങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക. 1926 ട്രേഡ് യൂണിയൻ ആക്ട് തൊഴിലാളി വർഗത്തിന് നൽകിയ സംഘടിക്കാനും വിലപേശാനുമുള്ള അവകാശങ്ങൾ നവലിബറൽ മൂലധന ശക്തികൾ ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുക. കോവിഡിനെ അവസരമാക്കി 44ഓളം തൊഴിൽ വ്യവസായ നിയമങ്ങൾ 4 കോഡുകളാക്കി, 4 ലേബർ കോഡുകളാക്കി ഭേദഗതി ചെയ്തിരിക്കുക. മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തൊഴിൽ നിയമങ്ങളെല്ലാം മൂലധന ശക്തികൾക്ക് അനുകൂലമായി പൊളിച്ചെഴുതാനുമുള്ള നീക്കമാണ് നമ്മുടെ രാജ്യത്തുണ്ടായത്. ഇതിനെയെല്ലാം പ്രതിരോധിക്കാനും തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കാനും ഒരു സ്വതന്ത്ര രാഷ്ട്രീയ ശക്തി എന്ന നിലക്ക് തൊഴിലാളി വർഗത്തെ ഒന്നാകെ ഏകോപിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനാണ് ഈ സാഹചര്യം ഇന്ത്യൻ തൊഴിലാളി വർഗത്തോട് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജാതി മത വർഗീയ വിഭജനങ്ങൾക്കപ്പുറം ഒരു വർഗമെന്ന നിലക്ക് സംഘടിക്കാനും കൊളോണിയൽ കാലഘട്ടം മുതൽ ഇന്ത്യൻ തൊഴിലാളി വർഗം നേടിയെടുത്ത അവകാശങ്ങളും സംഘടനാ സ്വാതന്ത്ര്യവും സംരക്ഷിക്കാനുമുള്ള പോരാട്ടമാണ് അധ്വാനിക്കുന്ന വർഗം ഇന്ന് ഒന്നിച്ച് ഏറ്റെടുത്ത് നടത്തേണ്ടത്. അതാണ് ഈ മെയ് ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നത്, നമ്മൾക്ക് സന്ദേശിക്കുന്നത്.